ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാച്ച് വർക്ക് കുർത്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ സാധാരണ സ്ലിറ്റ് കുർത്തിക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിൽ വെക്കുന്ന ആ ഒരു പാച്ചിൻ്റെ ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. നീളം ഒരു 5 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഇഞ്ചസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്കിതൊരു ചെറിയ ബോക്സ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് പാച്ചിനുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്കത് ഇതേപോലെ മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ, അതായത് പാച്ചിനുള്ള ആ ഒരു ലെങ്ത് എത്ര വേണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നെക്കിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെക്കിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് ഒരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പാച്ചിൻ്റെ നീളമാണ് 7 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്. വീതി ആ ഒരു നെക്ക് ലൈനിൻ്റെ വീതി 3 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പാച്ചിൻ്റെ വീതി കൂട്ടണമെങ്കിൽ താഴ്ഭാഗം കുറച്ചൊന്ന് വീതി കൂടുതലായിട്ട് എടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ 3 ഇഞ്ചസ് തന്നെ മതി. അതുകൊണ്ട് ഞാൻ 7 ഇഞ്ച് നീളവും 3 ഇഞ്ച് വിഡ്ത്തിലും ഇതേപോലെ ഒരു ബോക്സും കൂടെ അതിൻ്റെ താഴെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നെക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ 5 ഇഞ്ചസ്, അവിടെ നിന്ന് ഇതേപോലെ നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുവാണേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പാച്ച് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പാച്ചിൻ്റെ ലെങ്ത് ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു 5 ഇഞ്ച് നെക്ക് ലൈൻ ഉണ്ടല്ലോ അതും കൂടെ ഇതേപോലെ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തെ പാച്ചിൻ്റെ അളവുണ്ടല്ലോ ആ തുണി കളയരുത്. നമുക്ക് പാച്ചിന് വേറെ തുണി വെച്ച് കട്ട് ചെയ്യാനായിട്ട് അതെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ വീതി 3 ഇഞ്ചസും നീളം ഒരു 4.5 ഇഞ്ചസുമാണ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എത്രയാണോ സാധാരണ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു യൂനക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി പാച്ച് വർക്ക് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നെക്കൊന്ന് തയ്ച്ചു കൊടുക്കുവാണേ. ക്യാൻവാസ് ഉപയോഗിക്കാതെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത വീതിയാണോ കറക്റ്റായിട്ട് തുണിയിൽ വരുന്നതെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കൂടിപ്പോവും നെക്കിന്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ലൈനിങ് പീസിൽ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നല്ല വശം പുറമേക്ക് ഇട്ടിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി താഴ്ഭാഗത്തെ പാച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ തുണിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തുണി ഇതേപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാച്ചിൻ്റെ പീസ് ഉണ്ടല്ലോ അതെടുത്ത് ഈ ഒരു തുണിയുടെ മീതെ വെച്ച് കൊടുത്തിട്ട് കുറച്ചധികം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പാച്ചിൻ്റെ തുണി കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഒരു പാച്ചിൻ്റെ തുണി കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് കുർത്തിയുടെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീളവും വീതിയും കുറഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയാൽ നമുക്കത് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മടക്കി തയ്ച്ചു കൊടുത്താൽ മതിയല്ലോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ 2 തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഭാഗത്ത് ഓപ്പണിംഗ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തൂടെ നമുക്ക് ഈ ഒരു തുണിയുടെ നല്ല വശം ഒന്ന് പുറമേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അരികുവശം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയോ മടക്കി തയ്ച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തെല്ലാം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ ഇതിൻ്റെ നല്ല വശം പുറമേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പാച്ചിൻ്റെ തുണി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് നമ്മുടെ കുർത്തിയുടെ അടിയിൽ വച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ ഒരു കുർത്തിയിൽ നമ്മുടെ നെക്ക് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഫ്രണ്ട് നെക്കിൻ്റെ നീളം കൊടുത്തത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സൈഡിലും കറക്റ്റായിട്ട് 5 ഇഞ്ചസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു പാച്ചിൻ്റെ തുണി ഉണ്ടല്ലോ വരത്തക്ക രീതിയിൽ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കയറിയും ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ നെക്കിൻ്റെ നീളവും വീതിയൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതേപോലെ പാച്ചിൻ്റെ തുണി ഒന്ന് വച്ചു കൊടുക്കാം. എന്നിട്ട് അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചുറ്റിനും ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുവാണേ. അതാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നെക്ക് ലൈനിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു പാച്ചിൻ്റെ കളർ തുണി വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോഡ് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കോഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം ഈ ഒരു പാച്ച് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഞാനിവിടെ നെക്ക് ലൈനിൻ്റെ ഭാഗം പാച്ച് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു പാച്ചിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് ലൈനിങ് ക്ലോത്തായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൈത്തയ്യലിട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇനി ഇവിടെ ബാക്ക് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പതിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തിയുടെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ്. വളരെ സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ആ ഒരു പാച്ചിൻ്റെ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിറർ വർക്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വേറെ ചെറിയ ബീഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടോപ്പിൻ്റെ ഉൾവശം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്ന പാച്ച് ഉണ്ടല്ലോ, അത് ലൈനിങ് ക്ലോത്തുമായിട്ട് മാത്രം ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും ചുരുണ്ടൊന്നും പോകത്തില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.